അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കളെ, കുട്ടികളെ, എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങൾ? സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നത്. നമ്മളെ ലൈവ് ലൈറ്റ് ഭയങ്കര ഒരു തൊന്തറ വിട്ടോ. ഒരു മക്കളെയും കാണാനും പറ്റുന്നില്ല. കാണലല്ലേ നമുക്ക് എപ്പോഴും വന്ന് മറ്റേ ഡോക്ടർ ഗുളിക എഴുതണ മാതിരി ഒന്ന് വീതം 3 നേരം എന്ന് പറയുന്ന മാതിരി തന്നെ 3 നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന മക്കളാണ്. ഒന്നിനും കാണില്ല. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ലൈവ് കൂടെ പോകുമ്പോൾ കാണും. മിസ് യു മച്ചേന്ന് പറയും. ഞാനും മിസ് യു മക്കളേന്ന് പറയും. നിലവിളിക്കാനേ പറ്റുന്നുള്ളൂ. അപ്പോൾ മാമൻ അനുഗ്രഹിക്കട്ടെ. നമ്മളെ പഴയ ചാനൽ ഇങ്ങോട്ട് തിരിച്ചു തരാനുള്ള മാമൻ്റെ സമയമാവേണ്ടി വരും. മാമൻ്റെ സമയമായ മാമൻ തരും. 7 ദിവസം മാമൻ പറഞ്ഞിരിക്കണ്. 7 പറഞ്ഞിട്ടുണ്ട്, 14 പറഞ്ഞിട്ടുണ്ട്, അതിൽ കൂടുതലും പറഞ്ഞിട്ടുണ്ട്. ഇനി ഏതൊക്കെ മാമൻ തീരുമാനിക്കണമെന്ന് അറിയില്ല. എന്താണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് മാമൻ്റെ ഇഷ്ടം പോലെ മാമൻ ചെയ്യട്ടെ. അപ്പം ഞാൻ ഇത് പറയാനല്ല വന്നത് കേട്ടോ. ഞാൻ വീണ്ടും നെജിലയുടെ കുട്ടിനെ മക്കളില്ലാത്തവർക്ക് കൊടുക്കുക എന്ന് നെജില ലൈവിലൂടെ വീഡിയോസിലൊക്കെ നെജില പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അതിനെപ്പറ്റി പറയാനാണ് ഞാൻ വന്നത്. നെജില, മത്തം കുത്തിയിട്ട കുമ്പളം ഉണ്ടാവില്ല. അത് വിത്ത് ഗുണം 10 ഗുണം എന്ന് നീ പറയുന്നത് കേട്ടിട്ടില്ലേ? നമ്മളിപ്പോൾ ഒരു കുട്ടിയെ നമ്മൾ പോയി ദത്തെടുക്കുകയാണെങ്കിൽ അതിന് പൂർണ്ണമായ ഉത്തരവാദിത്വം നമ്മളും കൊടുക്കണം, തരുന്നവർ നമുക്കും തരും. ഭാവിയിലേക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നിൻ്റെ കുട്ടി നീ പ്രസവിച്ച് കഴിഞ്ഞ് നിൻ്റെ കുട്ടീനെ ആരെങ്കിലും വാങ്ങിയിട്ട് പോയാൽ 2 കാര്യങ്ങൾ അതിൽ വരാനുണ്ട്. നാളെ ഈ കുട്ടി വളർന്ന് എൻ്റെ ഉമ്മ ഇതല്ല എന്നറിഞ്ഞ് വരുന്ന സമയത്ത് ഏത് കുട്ടികൾക്കും ഏത് മാതാവിനും പ്രസവിച്ച മാതാവിനും ഉണ്ടാവും ആ മക്കളെ അല്ലെങ്കിൽ ആ കുട്ടീനെ എനിക്കൊന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം വരിക. അത് നമ്മൾ എന്ത് തന്നെ ആയാലും ആ പൊക്കിൾക്കൊടി ബന്ധം അത് നമുക്ക് മുറിച്ച് കളയാൻ പറ്റില്ല. വാപ്പ ആരോ ആയിക്കോട്ടെ, പക്ഷെ അത് ഉമ്മ തന്നെ, പ്രസവിച്ച ഉമ്മ തന്നെയായിരിക്കും. അതിന് എത്ര വാപ്പന്മാർക്കുണ്ടായ മക്കളായാലും ഉമ്മാക്ക് ആ മക്കൾ തന്നെയാണ്. അപ്പോൾ ഈ മക്കളില്ലാത്തവർക്ക് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞാലും പൊന്നു മോളെ, നീ ആ മക്കളില്ലാത്തവരെ ഈ കുട്ടീനെ കൊണ്ടുപോയി കൊടുത്തിട്ട് ബുദ്ധിമുട്ടിക്കരുത്. കാരണം എന്താ വെച്ചെങ്കിൽ നിൻ്റെ ഷാനിൻ്റെ സ്വഭാവത്തിൽ വളരുന്ന ഒരു കുട്ടിയാണ്. കാരണം അതാണ് ഞാൻ പറഞ്ഞ മത്തം കുത്തിയിട്ടാൽ കുമ്പളം ഉണ്ടാവില്ല എന്ന് പറയണത്. കാരണം 10, 16, 18 വയസ്സ് വരെ അവറ്റങ്ങൾ കൊണ്ടുപോയി ഓമനിച്ച് താലോലിച്ച് വളർത്തി സന്തോഷത്തോടെ കൊണ്ട് നടന്ന് ലാസ്റ്റ് നിൻ്റെ വയറ്റത്ത് ചവിട്ടിയ മാതിരി. അല്ലെങ്കിൽ നീ പറഞ്ഞില്ലേ ഉമ്മാനെ എന്താ വിളിക്കുകയെന്ന് നീ പറഞ്ഞൊരു പേര് പറഞ്ഞല്ലേ, ഉമ്മാനെ വിളിക്കുന്ന പേര് ഞാൻ പറയണില്ല, നീ പറയണത് കേട്ടു. ഉമ്മാനെ വിളിക്കുന്ന പേര് അത്ര അനുസരണയുള്ള കുട്ടിയുടെ കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടീനെ കൊണ്ടുപോയി ഒരു മാതാപിതാക്കളെ നാളെ കണ്ണീര് കുടിപ്പിക്കുക ചെയ്യരുതേ. അവർ നിനക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ അമ്മത്തൊട്ടിലുണ്ടല്ലോ അതിൽ കൊണ്ടുപോയി വെച്ചാൽ മതി. അവരെടുത്ത് വളർത്തി പഠിപ്പിച്ച് അവർ ചെയ്യേണ്ടത് അവർ ചെയ്തോളും. അവിടെയാണെങ്കിലും കൂടിയിട്ട് എൻ്റെ ഒരു പ്രാർത്ഥന ഞാൻ പറയാണ്, ഒരു മക്കളില്ലാതെ മക്കൾക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു മാതാപിതാക്കൾക്കും ഈ ഷാനിൻ്റെ കുട്ടിയെ കിട്ടരുതേ. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഷാൻ കാണിച്ചു കൂട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. കടലോരത്തു കൂടെ പോയി കുടിച്ച് മതം പൊട്ടി ഉടുതുണി എടുത്ത് കൈ പിടിച്ചും കൊണ്ട് സർക്കസ് കളിച്ച് നടക്കുന്ന ഷാനിൻ്റെ കുട്ടിയെ ഇതൊന്നുമില്ലാത്ത ഒരു മാതാപിതാക്കൾ ആവാൻ പോകുന്നവർക്ക് ആ കുട്ടീനെ കിട്ടാതിരിക്കട്ടെ. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ആ കുഴിയിലേക്ക് എടുത്തു ചാടിയ നീ തന്നെ അതിനെ വളർത്തിക്കൊണ്ടുവരികയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആർക്കും അതിനെ കൊടുക്കാതിരിക്കുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ പറയില്ലേ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറയില്ലേ, അതേമാതിരി നമ്മൾ ചെയ്ത തെറ്റിൻ്റെ നമ്മൾ അനുഭവിച്ചാൽ മതിയല്ലോ, മറ്റുള്ളവർക്ക് എന്തിനാണ്. എനിക്ക് ഒരു ചെറിയ സംശയം തോന്നി നീ അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ. എന്തോ നിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടോ എന്ന് എനിക്ക് തോന്നി. ഞാൻ പറയുന്നില്ല ഞാൻ. പക്ഷേ എന്നെപ്പോലെ അതിനെപ്പറ്റി അറിയുന്നവരാണെങ്കിൽ അവർ ആ കുഞ്ഞിനെ മക്കളില്ലെങ്കിലും എടുത്ത് വാങ്ങിക്കില്ല. ഒരു പാവപ്പെട്ടവൻ്റെ ഒരു
കള്ളുകൂടി ഇല്ലാത്ത, വീടി വലിക്കാത്തവരാരും ഉണ്ടാവില്ല, എല്ലാം തികഞ്ഞവരാരും ഉണ്ടാവില്ല. അത് നമുക്ക് ഉറപ്പാണ്. ഈ പറയുന്ന ഞാനും അങ്ങനെ ആവില്ല. 100% എല്ലാം തികഞ്ഞവളാണെന്ന് ഞാനും പറയാൻ തയ്യാറില്ല. കാരണം നമുക്ക് ന്യൂനതകളും പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാതെ, പക്ഷേ ഒന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ, ആ കുട്ടി അത്രയും മദ്യപിക്കുന്ന അവൻ്റെ ആ കുട്ടിയുടെ ശരീരത്തിലും ആൽക്കഹോളിൻ്റെ കണ്ടൻ്റ് ആയിരിക്കും. അതും നാളെ വളർന്നു വരുമ്പോൾ എന്തൊക്കെ ആയിത്തീരുന്നു, അള്ളാഹു കാക്കട്ടെ. കാരണം നാളെ നമ്മളെ വരും തലമുറയെ ഇപ്പം തന്നെ ലഹരിയുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞ മാതാപിതാക്കളെ കുത്തിയും കുന്നും വെട്ടിയും സഹോദരന്മാരറിയുന്നില്ല, ഉമ്മവാപ്പാനറിയുന്നില്ല, അച്ഛനമ്മമാരറിയുന്നില്ല, ഫ്രണ്ട്സുകളറിയുന്നില്ല, കൂടപ്പിറപ്പുകളറിയുന്നില്ല, അയൽവക്കക്കാരറിയുന്നില്ല. എന്തെടുത്താലും വെട്ടുക, കൊല്ലുക, കൊല, എല്ലാം ഇതിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാം അറിയുന്ന ഒരാൾ, എനിക്ക് തോന്നുന്നില്ല മക്കളില്ലാത്തവർ ഇനി എടുക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ആ കുട്ടിനെ എടുത്തിട്ട് നിങ്ങൾ നാളെ വേദനിക്കേണ്ടി വരരുത്. കാരണം അതല്ലെങ്കിൽ ഈ നാടും വീടും എല്ലാം വിട്ട് നിങ്ങൾ പോകണം. ഈ നാട്ടിൽ ആ കുട്ടിനെ എടുത്ത് വളരുന്നവർ ആ നാടുമായി ഒരു ബന്ധവും ഇല്ലാത്തവരായിരിക്കണം. ആ നാടുമായി ഒരു ബന്ധവും ഇല്ലാത്തവരായിരുന്നാൽ പോലും ഈ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞും മറിഞ്ഞും എത്ര നമ്മൾ രഹസ്യമായിട്ട് വളർത്തിക്കൊണ്ട് വന്നാലും എങ്ങനെയെങ്കിലും അത് ലാസ്റ്റ് അത് കണ്ടുപിടിക്കും, അതറിയപ്പെടും. നമ്മളെ വായിൽ നിന്നും അറിയാതെ പോലും ഒരു വാക്ക് വന്നു പോയാൽ ഇന്നത്തെ മക്കളൊന്നും സഹിക്കൂല. അതങ്ങനെ ദത്തെടുത്ത മക്കൾ, ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ തമിഴ് ഒരു പ്രോഗ്രാമുണ്ട്. തമിഴ് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ ആ പ്രോഗ്രാം കാണും. നമ്മളെ കേരളത്തിലുള്ള മാതിരി കഥയല്ലത് ജീവിതം എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അതേമാതിരി തന്നെ ചൊൽവതെല്ലാം ഉണ്മൈ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ തമിഴിലുണ്ട്. അപ്പം ആ ഒരു ചാനലിൽ അത് MK സ്റ്റാലിനോ അങ്ങനെ ആരൊക്കെയാണ് ആ ചാനലുള്ളത്. അതിൽ നമ്മളെ ലക്ഷ്മി രാമകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണത്. അതിൽ വന്നിട്ട് 28 വർഷം മുമ്പേ ഞാൻ മക്കളെ വളർത്താൻ നിവൃത്തിയില്ലാതെ ഒരു കുട്ടിനെ ഞാൻ കൊടുത്തു. ആ കുട്ടിനെ എനിക്ക് എന്ന് കാണണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. എനിക്കത് സാധിച്ചു തരുമോ? ഇന്നോടത്താണ് ഞാൻ കൊടുത്തത്. അവിടെ നിന്ന് ആ കുട്ടി അങ്ങോട്ടാണ് പോയതെന്നുള്ള അവരോട് അന്വേഷിച്ചാൽ അറിയാം. ഇവരെല്ലാം അതിന് വേണ്ടി ഒരു ക്യാമറയും വണ്ടിയും എടുത്ത് അവിടെ പോയി അന്വേഷിക്കണം. ലാസ്റ്റ് തൃശ്ശൂർ വെച്ച് ആ കുട്ടീനെ കണ്ടു കിട്ടുന്ന ഒരു പെൺകുട്ടിയാണ്. തൃശ്ശൂർ വെച്ച് ആ കുട്ടീനെ കണ്ടു കിട്ടുന്നു. ആ കുട്ടീനെ കണ്ടു കിട്ടിയതിന് ശേഷം സ്വന്തം അമ്മേനെ കാണുന്നു. അച്ഛാപ്പഴത്തിന് മരിച്ചുപോയി. അമ്മേനെ കാണുന്നു. അമ്മേനോട് ആ കുട്ടി ചോദിക്കുന്ന ഒരു വാക്കുണ്ട്. 3 പെൺകുട്ടികൾ, അവസാനത്തെ പെൺകുട്ടിയാണിത്. 2 പെൺകുട്ടികളെ ഈ അമ്മ അനാഥാലയത്തിൽ കൊണ്ടാക്കി പഠിക്കാൻ വേണ്ടി. ഈ 3 വയസ്സായ ഒരു കുട്ടീനെ ഇങ്ങനെ ഇവർക്കും കൊടുത്തതിന് ശേഷം ഈ അമ്മ അടുത്ത ഒരു സ്കൂളിൽ ആയയായിട്ട് പോയി, ആഹാരം വയ്ക്കാനുള്ള ആയയായിട്ട് പോയി. പിന്നെ ആ ആയപ്പണി പോയപ്പോൾ അടുത്തുള്ളവരുടെയൊക്കെ വീടുകളിൽ അടുക്കളപ്പണിക്കും ഇതിന് പാത്രം കഴുകാനും തുടയ്ക്കാനും ഇതിനൊക്കെ പോയിട്ടാണ് അമ്മ ജീവിച്ചത്. ഈ 2 മക്കളെയും പോയി നോക്കും. ഈ കുട്ടിയുടെ കാര്യം ഇവരോട് അന്വേഷിക്കുമ്പോൾ അത് സുഖമായിട്ട് വളർന്നു വരുന്നുണ്ട് പറയും. ഒരു ക്രിസ്ത്യൻ മഠത്തിൽ ഒരു ക്രിസ്ത്യാനികളായ ആൾക്കാരാണ് ആ കുട്ടിയെ കൊണ്ടുപോയിക്കണത്. ഇവരാണെങ്കിൽ തമിഴന്മാരാണ്. പക്ഷേ ആ കുട്ടി നല്ല സുന്ദരമായി അവർ വളർത്തി കല്യാണം കഴിച്ചു കൊടുത്ത് ആ മകൾക്ക് 2 മക്കളുണ്ട്. അവർ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ആ കുട്ടീനെ പഠിപ്പിക്കുക. പക്ഷേ ഈ 28 വർഷം കഴിഞ്ഞിട്ടാണ് 3 വയസ്സുള്ളപ്പോൾ കൊടുത്ത കുട്ടീനെ അന്വേഷിച്ച് ഈ മാതാപിതാക്കളും 2 സഹോദരിമാരും തിരിച്ചു വിളിക്കാൻ വേണ്ടി ചെല്ലുന്നു. ആ കുട്ടി പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ആ കുട്ടി ചെയ്ത അന്തസ്സെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അന്ന് വളർത്താൻ പറ്റാത്ത അമ്മ പിന്നെ എന്തിനാ പിന്നെ പോയി തിരിച്ചു ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവർ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ കൊണ്ടുപോകാൻ വന്നതല്ല, എനിക്കൊന്ന് കാണണം ഞാൻ അങ്ങനെ ഒരു കുട്ടീനെ. കാരണം അത് കഴിഞ്ഞപ്പോഴത്തന്നെ ഈ 2 കുട്ടികളൊക്കെ നിന്ന് പഠിച്ച് കുറച്ച് സാമ്പത്തിക ശേഷിയൊക്കെ ആയപ്പോൾ ഈ കുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവരെ കൊണ്ടാക്കി അതേ അനാഥാലയത്തിൽ എന്തുകൊണ്ട് എന്നെ അങ്ങോട്ട് ആക്കിക്കൂടായിരുന്നില്ല? നിങ്ങൾക്ക് നിവൃത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ആ അനാഥാലയത്തിലാക്കിക്കൂടായിരുന്നില്ല നിങ്ങൾക്ക്? അവിടെ ഞാൻ പഠിച്ചു നിന്ന് കഷ്ടപ്പെട്ട് ഞാൻ വളർന്നു വന്നേന്. എന്നാലും എൻ്റെ കൂടപ്പുറപ്പിളെ എൻ്റെ അമ്മേനെ എനിക്ക് പിരിയേണ്ടിയില്ലല്ലോ. ഇപ്പം ഞാൻ എത്ര ആൾക്കാരുടെ ഇടയിൽ വളർത്തുപുത്രി എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ടെന്ന് അറിയോ? പക്ഷെ എന്നാലും എന്നെ വളർത്തിയ അച്ഛനും അമ്മയും എനിക്ക് സ്വന്തം അച്ഛനും അമ്മയാണ്. നിങ്ങൾ എന്നെ തേടി വന്നിട്ടുണ്ടെങ്കിൽ കൂടി എൻ്റെ അച്ഛനും അമ്മയും ആ ഇരിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് അവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണ്ട പെൺകുട്ടി. അപ്പോൾ
അങ്ങനെയൊക്കെ ഒരാളെ കുട്ടീനെ നമ്മൾ വാങ്ങിയെടുക്കുമ്പോൾ പിന്നെ അങ്ങനെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. കുട്ടിക്കൊരു 3-4 വയസ്സാകുമ്പോൾ കുട്ടിയുടെ കേടങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് ജീവിതമാർഗം കൊണ്ട് മെച്ചപ്പെടുകയാണെങ്കിൽ കുട്ടീനെ തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ അമളിയിലും അപകടത്തിലൊന്നും ആരും പോയി ചാടാതിരിക്കുക. ഇനി അതല്ല വാങ്ങുന്നവരുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞവരുണ്ടെങ്കിൽ അതിനായുള്ള ലീഗലി മൂവ് ചെയ്തിട്ട് വാങ്ങുക. അല്ലെങ്കിൽ നാളെ നമുക്ക് പണി വരും. മക്കളില്ലയെന്ന് കരുതിയിട്ട്, കാരണം എനിക്കതില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു തരുന്നത്. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചതാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയല്ല, മറ്റുള്ള ഇതിനെപ്പറ്റി ചിന്തിച്ചതാണ്. അതിനൊരുപാട് പ്രൊസീജിയർ ഉണ്ട്. അത് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലാതെ വെറുതെ ഒരാളൊരു കുഞ്ഞ് തന്നതും കൊണ്ട് നമുക്ക് കണ്ട് വാങ്ങിക്കൊടുന്ന് വീട്ടിൽ വെച്ച് ലാ 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 ലാഹിലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ് ലാഹിലാഹ ഇല്ലല്ലാഹു ലാഹിലാഹ ഇല്ലല്ലാഹ് ലാഹിലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പാടി താലോലിച്ച് വളർത്തിക്കൊണ്ടുവരും. ലാസ്റ്റ് നമ്മൾക്ക് ഇല്ലാതെ ഇരുന്നതിനേക്കാൾ ഒരുപാട് വേദനകളും സമ്മാനിച്ചിട്ട്, പക്ഷേ ഉറപ്പ് പറയുന്നില്ല ഞാൻ, എങ്ങനെയാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു പക്ഷേ. അപ്പോൾ അതുകൊണ്ട് ചിന്തിക്കുക, എന്നിട്ട് പ്രവർത്തിക്കുക. ഒരുപാട് നിങ്ങളായി വീഡിയോസ് ഒന്നും വിചാരിക്കണം. അപ്പോൾ ഏതായാലും അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോസിൽ ഇൻഷാ അല്ലാഹ് ജീവനോടുണ്ടെങ്കിൽ കാണാം. എനിക്കറിയില്ല ഈ വീഡിയോ ഒക്കെ പുറത്ത് വന്നു കഴിയുമ്പോൾ എൻ്റെ ഏത് നേരത്തെ എവിടെ നിന്നൊക്കെയാണ് എനിക്ക് പടച്ചറമ്പേ എന്തൊക്കെയാണ് എന്നെ പറയാമെന്ന് എനിക്കൊന്നും അറിയില്ല. പക്ഷേ ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പറയണു, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വേദനിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി. കാരണം പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. സോറി. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.